ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് വന്ന പാടിന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യൽ, വന്ന പാടത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ ജോലിയിലേക്കൊക്കെ നിന്നാൽ പിന്നെ നമുക്കിതിന് നേരമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ വന്ന പാടിനെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയും ചെറിയൊരു പീസ് ക്യാരറ്റും ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എണീച്ചാൽ തന്നെ നമ്മൾ മടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് ഉറപ്പാണ്. കാരണം നമ്മൾ രാവിലെ എണീച്ച് നമ്മളെ പ്രാർത്ഥന ഏത് പ്രാർത്ഥന ഏതാണെങ്കിലും അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി വന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ അതൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വെള്ളം തിളച്ച് വന്നാൽ റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. മധുരം മുന്നിട്ട് നിൽക്കുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. എന്നിട്ട് ഇത് നന്നായി കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചൂടോടെ കഴിക്കാമെന്ന് കരുതിയിട്ട് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി ലഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടേബിളും ടീഫോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് തുടക്കുമ്പോൾ കൂടെ മോളുണ്ടാവും കേട്ടോ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പിന്നെ അവരെ വൈക്കൂടെ നമ്മളെ കാര്യങ്ങളും ചെയ്യാറേ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എണീച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജി, രാവിലെ തന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി ആയിക്കാരം. അപ്പോൾ നമ്മൾ നീച്ച ഉടനെ തന്നെ ഫോണൊക്കെ മാറ്റി വെക്കുക. ഫോൺ എടുത്താൽ പിന്നെ നമ്മൾ ടൈം പോണതേ അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുക്കുള്ളൂ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പണിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനും പറ്റും, ഒരു എനർജി ആയിക്കാരം. അപ്പോൾ ഞാൻ എല്ലാതും ടേബിളും ടീഫോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആകെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരിട്ടോ. അതുപോലെ തന്നെ മടി മാറാനുള്ളൊരു കാര്യമാണ് നമ്മൾ തലേന്ന് തന്നെ എന്താണോ നാളെ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ മൈൻഡിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് ഇത്ര ടൈമിന് എണീക്കും ഞാൻ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തലേന്ന് ഈസി ആയിക്കണം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തലേന്ന് പിറ്റേന്നൊക്കെ റെഡിയാക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു മടിയില്ലാതെ തന്നെ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധാരണ നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പുഴുങ്ങലരി. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തേങ്ങയാണ് കേട്ടോ, അത് ചിരകിയിട്ട് അതും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഞാൻ ഈ നെയ്ച്ചോറ്റൊക്കെ ഇടുന്നൊരു ഓലയാണ് കേട്ടോ. അതിട്ടാൽ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഒരു ചെറിയ പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വേണ്ടി
ഒരു വിസിലടിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ തീമ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നൈസായി എരിഞ്ഞത് അത് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഇതൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം കേട്ടോ. നന്നായി വാടി വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 വലിയ തക്കാളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. തക്കാളി നന്നായി വെന്ത് വരണം, ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ അതൊക്കെ വന്ന് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അപ്പം എടുക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ലീനിങ്ങിൻ്റെ ടൈമിന് നമുക്ക് ഈസി ആയിക്കാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കേബേജ് ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു ഭാഗത്ത് ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ചിക്കൻ കറി വേവണുണ്ട്. ഇനി കേബേജ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിലേക്ക്. ഇതൊന്ന് ഒരു ചെറുതായിട്ട് തള വരുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടോ. അതിന് ശേഷം പിന്നെ അകമൊക്കെ ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി തേങ്ങാച്ചോറും പപ്പടവും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മൾ ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് പഞ്ചസാര കയ്യിലൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനൊരു പാക്കറ്റ് പാല് 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക്
ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഇല്ലേ, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് ചോറാണ് കേട്ടോ, നന്നായി വെന്ത് വന്നിട്ടുള്ള ചോറാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായി വറ്റിച്ചെടുക്കണം. ചോറും ഈ പാലും എല്ലാതും ഒരുമിച്ച് വരുന്ന മതി ആവണ വരെ പാലിങ്ങനെ വറ്റിച്ചെടുക്കുക, തിളപ്പിച്ച്. അപ്പം ഇവിടെ പായസം റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്താൽ ഇവിടെ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഇതൊക്കെ ഞങ്ങൾ കുടിക്കട്ടെ. അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം.